നമസ്കാരം, ഞാൻ മധു ബാലകൃഷ്ണൻ. ഇതെൻ്റെ ഭാര്യ വിദിത, മകൻ മാധവ്. മലയാളത്തിലെ ചെന്താർമിഴി എന്നുള്ള പാട്ട് വളരെ ഇഷ്ടമാണ്. ചെന്താർമിഴി പൂന്തേൻ മൊഴി കണ്ണിനു കണ്ണാം എൻ കൺമണി കണ്ണൂഞ്ചലാടും മങ്കൈ മണി നീ മാർഗഴി തിങ്കളിൻ. ദിവ്യ നല്ലൊരു വിമർശകയാണ്. അപ്പോൾ ഞാൻ ഏതെങ്കിലും പാട്ട് പാടിക്കഴിഞ്ഞാൽ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയും, ചീത്തയാണെങ്കിൽ എവിടെയും പോരായ്മകളുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ പറയും. അങ്ങനെ പറയാറുണ്ട്. നല്ലൊരു സംഗീത ആസ്വാദകയാണ്. സംഗീതം ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയെയാണ് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ പെട്ടുപോയേനെ. ഇത് പാട്ട് പഠിച്ചിട്ടുമുണ്ട്. ഞാൻ ആദ്യമായിട്ട് പാടുന്നത് 2ാം ക്ലാസ്സിൽ വെച്ചാണ്. 2ാം ക്ലാസ്സിലാണ് ഒരു മത്സരത്തിന് വേണ്ടി. അപ്പോൾ എൻ്റെ അമ്മയും അച്ഛനുമാണ് ഞാൻ പാടുന്നുള്ള കാര്യം കണ്ടുപിടിച്ച്. സ്കൂളിലൊരു ടീച്ചർ, എൻ്റെ ക്ലാസ് ടീച്ചർ ഉണ്ടായിരുന്നു, സിസ്റ്റർ ബസാലിയ. സിസ്റ്ററാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പാട്ട് പാടും എന്ന് പറഞ്ഞ. അത് അമ്മയും പിന്നെ എൻ്റെ 2 കൊല്ലം സീനിയറായിട്ട് പഠിച്ച സജീവ് എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. 2 പേരും കൂടി എന്നെ പഠിപ്പിച്ചു. പക്ഷേ മത്സരത്തിൻ്റെ സമയത്ത് എനിക്ക് ആകെ 2 ലൈനേ പാടാൻ പറ്റുള്ളൂ. പേടിച്ച് ഞാൻ ഇറങ്ങി, വേർത്ത് കുളിച്ച് ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങി വന്നു. ഇത് ഏറ്റവും ആദ്യം ഫസ്റ്റ് കിട്ടിയത് ഇതാണ്, കൃഷ്ണ നീ ബേഗനേ ബാരോ. അത് പാടിയിട്ടാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ഒരു തവണ. അതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ പാട്ട്. അച്ഛൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രസ്സിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, കൊരട്ടിയിൽ. അവിടെ ഇൻഡിപെൻഡൻസ് ഡേക്കും റിപ്പബ്ലിക് ഡേക്കൊക്കെ മത്സരങ്ങൾ ഉണ്ടാവാറുണ്ട്. അവിടെ പല കലാപരിപാടികൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ പാട്ട് മത്സരത്തിന് ഈ പാട്ട് പാടി. അങ്ങനെ ആദ്യമായിട്ട് ഈ പാട്ടിന് ഫസ്റ്റ് കിട്ടി. ഞാൻ ആദ്യമായിട്ട് പാട്ട് പഠിച്ചു തുടങ്ങിയത് 5ാം ക്ലാസ്സിലാണ്. എൻ്റെ അമ്മ തന്നെ അറേഞ്ച് ചെയ്തൊരു ടീച്ചർ, ശ്രീദേവി എന്നായിരുന്നു ടീച്ചറുടെ പേര്. ടീച്ചർ ചാലക്കുടിയിലായിരുന്നു. പിന്നെ ടീച്ചർക്ക് എന്തോ ജോലിയൊക്കെ കിട്ടി, ടീച്ചർക്ക് എവിടെയോ സ്ഥലം മാറി പോകേണ്ടി വന്നു. അങ്ങനെ ഞാൻ മാറി ഏകദേശം ഒരു 16 ഗുരുക്കന്മാർ എനിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഗുരുക്കന്മാർ ശ്രീ ടി വി ഗോപാലകൃഷ്ണൻ സാറ്. ഞാൻ ഏറ്റവും കൂടുതൽ നാൾ പഠിച്ചിട്ടുള്ളത് ചന്ദ്രമന നാരായണ നമ്പൂതിരി സാറ്. അദ്ദേഹം ശങ്കര നമ്പൂതിരിയുടെയൊക്കെ ഗുരുവാണ്. പിന്നെ ഡോക്ടർ മണികൃഷ്ണസ്വാമി, ഡോക്ടർ വേദവല്ലി, പശുപതി സാറ്, അങ്ങനെ പ്രധാനപ്പെട്ട ഗുരുക്കന്മാർ അവരാണ്. അക്കാഡമി ഓഫ് ഇന്ത്യൻ മ്യൂസിക് ആൻഡ് ആർട്സിൽ പഠിക്കുന്നുണ്ടായിരുന്നു. ടി വി ഗോപാലകൃഷ്ണൻ സാറായിരുന്നു എൻ്റെ ഡയറക്ടർ. അപ്പോൾ അവിടെ പഠിക്കുന്നത് ഗുരുകുലം മാതൃകയിലായിരുന്നു പഠനം. അവിടെ പഠിക്കുന്ന സമയത്ത് ഒരു മ്യൂസിക് ഡയറക്ടർ, തമിഴ് ഫിലിമിലെ മ്യൂസിക് ഡയറക്ടർ അവിടെ വന്നു. അദ്ദേഹം ആദ്യമായിട്ടാണ് മ്യൂസിക് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ബാബു ശങ്കർ എന്നാണ്. ഈ ഫിലിമിലെ അയാളുടെ പേര് ഷാ എന്നാണ്. അപ്പോൾ അദ്ദേഹം കുറച്ച് ജിംഗിൾസും അഡ്വർടൈസ്മെൻറ്റിൻ്റെ പാട്ടുകളൊക്കെ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ടൊരു ഫിലിം മ്യൂസിക് ചെയ്യാനുള്ള അവസരം കിട്ടിയപ്പോൾ എൻ്റെ സാറിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും പുതിയ ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്, സാറിൻ്റെ അടുത്ത് ആരെങ്കിലും കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഗുരുനാഥൻ എൻ്റെ പേര് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ 1994 ഉഴവത്തുറ എന്ന് പറഞ്ഞ ഫിലിം, വിജയകാന്തിൻ്റെ 125ാമത്തെ ചിത്ര ചേച്ചി ഞാനോട് ഒരു ഡ്യുവറ്റാണ് അതിൽ പാടി. ആദ്യമായിട്ട് എൻ്റെ റെക്കോർഡിങ് ഈ സിനിമയിലെ പാട്ടാണ്, 1994. உள்ளத்தை திறந்து உண்மையை சொல்லுகிறேன், ഉനത് മുഖത്തിൽ വീഴ്ത്ത് എഴുந்து ഉലകை വെല്ലുகிறேൻ. ഇങ്ങനെയാണ് ആ പാട്ട് തുടങ്ങുന്നത്. മലയാളത്തിൽ ഞാൻ ആദ്യമായിട്ട് പാടുന്ന ശിശിരം എന്ന് പറഞ്ഞ സിനിമയിൽ വേണ്ടിയിട്ടാണ്. അത് ഫിലിം റിലീസ് ചെയ്തിട്ടില്ല. ഉത്രം നക്ഷത്രം, പിന്നെ പേരിടാത്ത ചിത്രം, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അതൊക്കെയാണ് എൻ്റെ ആദ്യകാലങ്ങളിലെ സിനിമകൾ മലയാളത്തിൽ. ശിശിരത്തിന് മ്യൂസിക് ചെയ്തിട്ടുള്ളത് ബേണി ഇഗ്നേഷ്യസ് ആണ്. പക്ഷേ ആ ഫിലിം എന്തുകൊണ്ട് പുറത്തേക്ക് വന്നു, പാട്ടുകൾ റിലീസ് ചെയ്തു. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ ആദ്യമായിട്ട് ഞാൻ പാടുന്ന മാന എന്നുള്ള പാട്ടില്ലേ, അയാൾ കഥ എഴുതുകയാണ്, അതിൻ്റെ ട്രാക്ക് ഞാൻ ദാസേട്ടന് വേണ്ടി ആദ്യമായിട്ട് പാടുന്നത്. അതാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ മലയാളത്തിൽ ഞാൻ പാട്ട് പാടുന്നത്, സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാടുന്നത്. അതാണ് ട്രാക്ക് പാടിയത് ദാസേട്ടന് വേണ്ടി. ശിശിരത്തിലെ പാട്ട്, പാതിരാ പൂവേ ആതിരാ കാറ്റേ കോപമോ സന്താപമോ ദേവി മൺവീണയിൽ ശ്രുതി മീട്ടുമോ നീ. ഇതാണ് ആദ്യത്തെ പാട്ട്. പിന്നെ ഉത്തര നക്ഷത്രത്തിൽ പൂമാനം പൂത്തു വിടർന്നേ ഇങ്ങനെ തുടങ്ങുന്നൊരു പാട്ടാണ്. പിന്നെ ടോക്കിയോ നഗറിൽ പാടിയത് ഒരു ഹിന്ദിയും മലയാളവും വെർഷനാണ്. ഹിന്ദിയും പാട്ടുകൊണ്ട് അതിൽ മലയാളമുണ്ട്, സെയിം സോങ് തന്നെ, സെയിം ട്യൂൺ. അത്
ഹിന്ദിയിൽ തുടങ്ങുന്ന സുർബർസായ് എന്ന് പറഞ്ഞ തുടങ്ങുന്ന പാട്ട്. മലയാളത്തിൽ എന്തിനിന്നും നീ എൻ സരോദിലേ, ഇങ്ങനെയാണ് ആ പാട്ട് തുടങ്ങുന്നത്. ശ്രീദേവി ടീച്ചർ ഇപ്പോൾ എവിടെയാണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഞാനതിന് ശേഷം സ്കൂളിൽ പോയിരുന്നു. ഞാൻ പഠിച്ച സ്കൂളിൽ പോയിരുന്നു. സിസ്റ്റർമാരെയൊക്കെ കണ്ടിരുന്നു. ഈ ബസാലി സിസ്റ്റർ വളരെ വയസ്സായി. എന്നെ കണ്ടപ്പോഴത്തേക്കും ഇപ്പം ചെവിയൊന്നും കേൾക്കാൻ വയ്യ. എന്നെ കണ്ടപ്പോഴത്തേക്കും എൻ്റെയും കണ്ണ് നിറഞ്ഞു, എനിക്ക് എൻ്റെ സിസ്റ്ററുടെയും കണ്ണ് നിറഞ്ഞു. മലയാളത്തിൽ ശരിക്കും പറഞ്ഞാൽ എന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയത് മാൽക്കണ്ണാടിയിൽ അവാർഡ് കിട്ടിയ പാട്ടുണ്ട്, അമ്മയമ്മ എന്നുള്ള പാട്ട്. അത് അതിന് ശേഷമാണ് ആൾക്കാർക്ക് പൊതുവെ ഞാൻ സിനിമയിൽ പാടിയിട്ട് ഒന്നുകൂടി ജനങ്ങൾ അറിഞ്ഞത്. അമ്മേ അമ്മേ കണ്ണീർ തെയ്യം തുള്ളും നെഞ്ചിൽ തീയായി നോവായാടി പടര്, മീനം പൊള്ളും വേനൽ തോറ്റം കൊള്ളും കുട്ടനാടൻ കായലിലെ കാഴ്ചയിലെ പാട്ട്. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി, അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പം പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ, പുഞ്ചക്കിനി വെള്ളം തേവണം, കള്ളിക്കുയിലേ തഞ്ചത്തില് മീനും പിടിക്കണം, വേമ്പനാട്ടുകായൽ തിരകൾ വിളിക്കുന്നു തകതിമി തിമൃതൈ, അമ്പിളി ചുണ്ടൻ വെള്ളം തുടിക്കുന്നു തകതിമി തിമൃതൈ. റിലീസ് ചെയ്തിട്ടുള്ളത് കളഭ മാനചന്ദ്രം തന്ത്ര പോത്തൻ വാവ മമ്മൂക്കയുടെ, പിന്നെ ജന്മം, പിന്നെ അരുണം, അജന്ത എന്നൊരു ഫിലിം ഇപ്പോൾ രാജസാർ മ്യൂസിക് ചെയ്തു, രമേശൻ നായർ വരികൾ, പിന്നെ കഥകളി എന്ന് പറഞ്ഞ ഫിലിം, സീതാ കല്യാണം. തമിഴിൽ ഞാൻ രാജസ്ഥാനിന് ആദ്യമായിട്ട് പാടുന്നത് ഭാരതി എന്ന് പറഞ്ഞ ഫിലിമിന് വേണ്ടിയിട്ട് സുബ്രഹ്മണ്യ ഭാരതിയാരുടെ ലൈഫ് സ്റ്റോറിയാണത്. അതിൽ 2 പാട്ട് പാടിയിട്ടുണ്ട്. അതിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ പാട്ടുകളും എന്നെ കൊണ്ട് പാടിപ്പിക്കാൻ വെച്ചിരുന്നതാണ്. അപ്പോഴാണ് ഈ ഞാൻ തിരുമ്പോൾ ടി വിയിലൊരു പ്രോഗ്രാം ചെയ്തിരുന്നു എന്ന് പറഞ്ഞില്ലേ, അത് തുടങ്ങേണ്ട ദിവസവും ഇതും ഒരേ ദിവസമായിപ്പോയി, ഈ ഒരു സമയത്തായിപ്പോയി. ഒരു ദിവസം ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു ടി വിയുടെ പ്രോഗ്രാം തുടങ്ങാനായിട്ട്. പക്ഷേ അടുത്ത ദിവസവും കൂടി വേണമായിരുന്നു അവിടെ മദ്രാസിൽ. അതിന് ഈ പ്രോഗ്രാമിൻ്റെ പ്രൊഡ്യൂസർ സമ്മതിച്ചില്ല. ഞാൻ എന്തായാലും എത്തിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാശി പിടിച്ച കാരണം കൊണ്ട് എനിക്ക് മറ്റുള്ള പാട്ടുകൾ മിസ്സായി. 2 പാട്ട് പാടാൻ പറ്റി. അതിൽ ഒരു പാട്ട് ഇതായിരുന്നു, ഏതിലും ഇങ്ങ് ഇരുപ്പാൻ അറിവാരോ, எனக்குள்ளவன் இருப்பான் அறிவாரோ, തവരും നദിയെ തരിത്ത മുടിയാൻ അടിയും മുടിയും. ഇതാണ് ആ പാട്ട്. ഒരു പാട്ട് വന്ദേ മാതരം ജയ വന്ദേ മാതരം, ആര്യ ഭൂമിയിൽ നാരിയരും നരസൂര്യരും വരും, ഇങ്ങനെ ഒരു വിപ്ലവ ഗാനം. പിന്നെ എന്നെ തമിഴിൽ ശ്രദ്ധിക്കപ്പെട്ട പാട്ട് എന്ന് പറയുന്നത് കനാ കണ്ടേ നടി ആ പാട്ടാണ്. ചന്ദ്രമുഖി പാടിയതിൻ്റെ ആ ദിവസം തന്നെയാണ് ഞാൻ മലയാളത്തിലെ 2 സൂപ്പർ സ്റ്റാറിന് വേണ്ടി പാടിയത്. തലേ ദിവസം രാവിലെ ലാലേട്ടന് വേണ്ടി പാടി ഉടയോനിലെ പാട്ട്, തിരുവരങ്ങിൽ നടനമാട് എന്നുള്ള പാട്ടുണ്ട് ഉടയോനിലെ. ഉച്ചയ്ക്ക് ശേഷം ചെന്താമരയേവാ ചന്ദ്രമുഖിയിലെ கொஞ்ச நேரம் கொஞ்சி பேசக்கூடாதா, அந்த நேரம் அந்தி நேரம் அன்பு தூரல் போடாதா, கொஞ்சம் நேரம் எல்லை மீறக்கூடாதா, இந்த நேரம் இன்ப நேரம் இன்னும் கொஞ்சம் നീളാതാ. അതാണ് മലയാളത്തിലിപ്പോൾ എം ജയേന്ദ്രൻ മ്യൂസിക് ചെയ്ത അമ്മയമ്മ എന്നുള്ള പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ കൂടാണ്ട് ഞാൻ പാടിയതിൽ പിന്നെ മുത്തേ നിന്നെ കണ്ടിട്ട് നിന്നുള്ളിൽ മെല്ലെ ഒരു പാട്ടുണ്ട്. അതും അദ്ദേഹം തന്നെയാണ് ചെയ്തത്, എം ജയേന്ദ്രൻ തന്നെയാണ് ചെയ്തത്. പിന്നെ ശീലാവതിയിൽ ഞാനൊരു പാട്ട് പാടി, നിറയൗവനത്തിൻ്റെ വെയിലസ്തമിക്കുന്നു ഒരു പാട്ട് പാടിയിട്ടുണ്ട്, ശീലാവതി. അതെനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. പിന്നെ ഞാൻ രാപ്പകൽ എന്നൊരു സിനിമയ്ക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. പക്ഷേ സിനിമയിൽ ഷൂട്ട് ചെയ്തിട്ടില്ല. അതിലൊരു സിറ്റുവേഷൻ അതിൽ വരുന്നുണ്ട് ആ സിനിമയിൽ. പക്ഷേ പാട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതിൽ ഞാൻ ചിത്രേച്ചിയും കൂടെ ഒരു ഡ്യുവറ്റ് പാടിയിട്ടുണ്ട്, യദു ഹൃദയം അറിഞ്ഞേനെല്ലാം എന്നൊരു പാട്ട്. ഞാൻ ചിത്രേച്ചിയും കൂടി. അതെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. മോഹൻ സിത്താര അദ്ദേഹം മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഞാൻ ലാലേട്ടൻ, മമ്മൂക്ക, ജയറാമേട്ടൻ, സുരേഷ് ഏട്ടൻ, ദിലീപേട്ടൻ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി പാടാൻ പറ്റി. തമിഴിലിപ്പോൾ കനാക്കണ്ടേനടി എടുത്തു പറയാവുന്നൊരു പാട്ടാണ്. പിന്നെ മധുരയിലെ കണ്ടേൻ ജീലെ ഡിങ് ഡോങ് കോയിൽ മണി,
പിന്നെ മജയിലെ ചൊല്ലിത്തരവാ അള്ളിത്തരവാ മെല്ലെ മെല്ലവാ എന്നൊരു പാട്ടുണ്ട്. അതും വളരെ ഇഷ്ടമുള്ള, വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു പാട്ട്. ലാലേട്ടൻ്റെ പാട്ടുണ്ട്, പൊന്നാവണി പാടം തേടി ഇല്ലാവയിൽ ചേക്കേറുന്ന. അതിൻ്റെ പിക്ചറൈസേഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് വളരെ ദുഃഖം തോന്നിയത് ഉടയോനിലെ പാട്ടിൻ്റെ ഷൂട്ടിങ്. അത് അത്ര ഞാൻ വിചാരിച്ച പോലെ അതങ്ങോട്ട് ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അതിൻ്റെ പല്ലവിയും പിന്നെ ചലനത്തിൻ്റെ കുറച്ച് പോർഷൻസ് മാത്രമേ പിക്ചറൈസ് ചെയ്തിട്ടുള്ളൂ. അത് വളരെ ഒരു വിഷമം തോന്നി. കാരണം നല്ല പാട്ടായിരുന്നു. ഡിവോഷണൽ കാസറ്റ്സിൽ അനേകം കാസറ്റുകൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. അനേകം ആൽബങ്ങളൊക്കെ പാടിയിരുന്നു ഈ സിനിമയിൽ മലയാളത്തിൽ പാടുന്നതിന് മുമ്പ് തന്നെ. ആദ്യമായിട്ട് ഞാൻ പാടുന്ന ഒരു അയ്യപ്പൻ്റെ ഭക്തിഗാന കാസറ്റാണ്. അത് പ്രൊഡ്യൂസ് ചെയ്തത് എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെ, എൻ്റെ കൂടെ പാട്ട് പഠിച്ചിരുന്ന സജീവ് എന്ന് പറഞ്ഞ ആൾ. ഞാനൊന്നും അല്ലാതിരുന്ന സമയത്ത് എന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഞാൻ ഈ ഫീൽഡിലാവാൻ വേണ്ടിയിട്ട് ആ കൂട്ടുകാരൻ എന്നെ ഒരു ഹെൽപ്പ് ചെയ്തെന്ന രീതിയിലാണത്. ഒരു തമിഴിൻ്റെയോ തെലുങ്കിൻ്റെയോ ഒരു ട്രാക്ക് നേരത്തെ ചെയ്തു വെച്ചേക്കുന്ന ഒരു ട്രാക്ക് വാങ്ങിയിട്ട് അതിൽ മലയാളം ലിറിക്സ് എഴുതി എന്നെ കൊണ്ട് പാടിപ്പിച്ചു. പൊന്മല എന്നായിരുന്നു എൻ്റെ പേര് ആ ആൽബത്തിൻ്റെ. അത് ഞാൻ പുതിയൊരാളായതുകൊണ്ട് പല സ്ഥലത്തുനിന്നും അത് അവഗണിച്ചു. ചില സ്ഥലത്ത് പോയപ്പോൾ ഇതൊന്നും ഞങ്ങളൊന്നും ഈ പുതിയ ആൾ പാടിയതല്ലേ, ഒന്നും വേണമെന്ന് വലിച്ചെറിയുകയൊക്കെ ചെയ്തു. അന്നത്തെ കാലത്ത് പേരെടുത്തിരുന്ന വേറൊരു ഗായകനാണ് ഞങ്ങളുടെ സ്ഥിരം ആള്. അപ്പോൾ ഇതൊന്നും ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് വലിച്ചെറിയുകയൊക്കെ ചെയ്തു. ഇന്ന് ആ വലിച്ചെറിഞ്ഞ ആളാണ് എന്നെ കൊണ്ട് ഏറ്റവും കൂടുതൽ പാട്ട് പഠിപ്പിച്ചേക്കണേ, ഡിവോഷണൽ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട്. അത് കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ആ പാട്ട് കേൾക്കുമ്പോൾ ചിലരുടെ കണ്ണിൽ നിന്ന് വെള്ളം വരാറുണ്ട്. ഗുരുവായൂരുണ്ടേ ഒരുണ്ണി ചിരി തൂകിക്കൊണ്ടേ ഒരുണ്ണി കരിമേഘ നിറമാകുമുണ്ണി കരുണതൻ കടലാകുമുണ്ണി ഗുരുവായൂരുണ്ടേ ഒരുണ്ണി. ഇങ്ങനൊരു പാട്ടുണ്ട്. അതായത് ദാസേട്ടൻ പാടിയിട്ടുള്ള ഒരു നേരമെങ്കിലും ഏകദേശം അതുപോലത്തെ ഒരു സ്റ്റൈലിലുള്ളൊരു പാട്ടാണ്. മാപ്പിളപ്പാട്ട് ഞാൻ വളരെ കുറച്ച് ആൽബംസേ പാടിയിട്ടുള്ളൂ. അതിൽ ഞാൻ പാടിയിട്ടുള്ള ഒരു അറബി എന്ന് പറഞ്ഞൊരു കാസറ്റ്, പിന്നെ ബർത്ത്ലെസ്സിലെ ഈ ശങ്കർ മഹാദേവൻ പാടിയിട്ടുള്ള അങ്ങനെ ഒരു ബ്രെത്ത്ലെസ് എന്ന് പറഞ്ഞൊരു ആൽബം ശങ്കർ മഹാദേവൻ ആദ്യം ചെയ്തിരുന്നു. അതേ സെയിം ട്യൂണിൽ അതേപോലെ ബ്രെത്ത്ലെസ് ആയിട്ടൊരു മുസ്ലിം ഗാനം ഞാൻ പാടിയിട്ടുണ്ട്. ക്രിസ്ത്യൻ ഡിവോഷണൽ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ആദ്യം ഞാൻ പാടിയതിൽ ഏറ്റവും ആദ്യം ഹിറ്റായ ലിസ്റ്റിലുള്ളൊരു പാട്ടാണ് യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ. ഒരു മാനസ ഗുരുവായിട്ട് എന്നെ കാണുന്ന ദാസേട്ടൻ. ഞാൻ ഏറ്റവും അധികം ആരാധിക്കുന്ന ഒരു വ്യക്തി ദാസേട്ടൻ, ജയേട്ടൻ. എൻ്റെ അച്ഛനെ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഗായകനായിരുന്നു ജയേട്ടൻ. ഇവരെയൊക്കെ ഞാൻ പാടിക്കേണ്ട നല്ല അഭിപ്രായം പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. വളരെ നല്ല ജാനകി അമ്മ, സുശീല അമ്മ, ചിത്ര ചേച്ചി, സുജി ചേച്ചി, അങ്ങനെ എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ. പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരാൾക്കും ഇനി സ്ഥിരമായിട്ട് നിലനിൽക്കാനുള്ള ചാൻസ് കുറവാണ്. പണ്ട് ദാസേട്ടൻ നിന്ന പോലെയും ജയേട്ടനൊക്കെ നിന്ന പോലെയും ജാനകി അമ്മ, ഈവൻ ചിത്ര ചേച്ചി നിന്ന പോലെ പോലും ഇനി ഭാവിയിൽ ഒരാൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇന്ന് ആ സ്ഥിതിയല്ല, ഇന്ന് എല്ലാം മാറി. പണ്ട് എന്ന് പറയുമ്പോൾ സിനിമ വളരെ കുറവ് എണ്ണം ഉണ്ടായിരുന്നുള്ളൂ സിനിമകൾ ഇറങ്ങുന്നത്. ഇന്നിപ്പോൾ ഒരു സീസണിൽ തന്നെ കുറേ സിനിമകൾ ഇറങ്ങും, കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. പണ്ടത്തെ പോലെ പണ്ടുണ്ടായിരുന്ന ആർട്ടിസ്റ്റുകളെക്കാൾ കൂടുതൽ ആളുകളായി. പാട്ടുകാരാണെങ്കിൽ കൂടി പണ്ടത്തെ അപേക്ഷിച്ച് വളരെ കൂടുതലാണെന്ന്. പിന്നെ ഇതുപോലെയുള്ള ടി വി ചാനലിൽ എപ്പോഴും എൻ്റർടൈൻമെൻ്റ് ആണ്, പാട്ടുകൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ പണ്ടത്തെ പോലെ പാട്ടുകൾ കുറേ നാളുകൾ ഹിറ്റാവുന്നതും നിലനിൽക്കുന്നതുമായിട്ടുള്ള പാട്ടുകൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഉണ്ടാവുന്നുണ്ട്, വളരെ കുറവാണ്. മിഡിൽ കാലഘട്ടം കഴിഞ്ഞിട്ടുള്ള പാട്ടുകളൊന്നും അധികം ആരും പാടി ഒന്നുമില്ല. എല്ലാം ഇന്നലെ മയങ്ങുമ്പോൾ പ്രാണസഖി ഞാൻ വേറുമൊരു, പിന്നെ ജാനകിയമ്മയുടെ തളിരിട്ട കിനാക്കൾ തൻ ആ പാട്ട്, പിന്നെ ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം
അതുപോലുള്ള ആ മധുരമുള്ള പാട്ടുകളൊക്കെ വളരെ കുറവാണ് ഉണ്ടാവുന്നതും. പിന്നെ മാത്രമല്ല ഇപ്പോൾ ഹിറ്റാവുന്ന പാട്ടുകളൊക്കെ ചിലപ്പോൾ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ചിലപ്പോൾ വലുതാകുമ്പോൾ ചിലപ്പോൾ അതുപോലെ ഹിറ്റാവും, ഇതുപോലെ പാടി നടക്കുമായിരിക്കാം, പക്ഷെ അറിയാൻ പറ്റില്ല. പക്ഷെ ഇന്നത്തെ സ്ഥിതി ഇങ്ങനെയാണ്. വിധു ആയാലും വിജയ് യേശുദാസ് ആയാലും റീമി, ജ്യോത്സ്ന, മഞ്ജരി, ബിജു നാരായണൻ, സുദീപ്, ദേവാനന്ദ്, അതായത് നമ്മുടെ പ്രതാപൻ, എല്ലാവർക്കും അവരുടേതായ കഴിവുകളും അവരുടേതായ ശൈലികളും എല്ലാവരും വ്യത്യസ്തമാണ്. എല്ലാവരും വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരും റെക്കോർഡിങ്ങിലായാലും പ്രോഗ്രാംസിനായാലും വളരെ നന്നായിട്ട് പാടുന്നവരാണ് എല്ലാവരും നല്ല ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കുന്ന, എന്താ പറയുക, എനർജറ്റിക് ആയിട്ടുള്ള, ആരോഗ്യപരമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഒരു ആരോഗ്യപരമായിട്ടുള്ള കോമ്പറ്റീഷൻസേ ഉള്ളൂ. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എന്നും വേണം ഞങ്ങൾക്ക് എല്ലാവർക്കും. നമസ്കാരം.